എല്ലാവർക്കും സാച്ച് ഫാമിലിയുടെ മനോഹരമായ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മളിതാ ബാങ്കോക്ക് ഫുൾ വിശേഷങ്ങളായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. തൊട്ട് മുന്നത്തെ വീഡിയോയിൽ നമ്മൾ പട്ടായയെക്കുറിച്ച് ഫുള്ളായിട്ട് പറഞ്ഞു. അതുപോലെ തന്നെ അതിന് തൊട്ട് മുന്നത്തെ വീഡിയോയിൽ നമ്മൾ തായ്ലാൻഡിൽ എത്താനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അതുപോലെ ട്രാൻസ്പോർട്ടേഷൻ, ഫുഡ്, അങ്ങനെ കോമൺ ആയിട്ട് എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ബാങ്കോക്കിൽ എവിടെയൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും, ഓരോ അട്രാക്ഷനിലേക്കും ഏറ്റവും കുറഞ്ഞ നിരക്കിൽ നമുക്ക് എങ്ങനെയൊക്കെ ടിക്കറ്റ് എടുക്കാം, ആ ടിക്കറ്റ് എടുക്കുമ്പോൾ നമ്മൾ എന്തെല്ലാം ശ്രദ്ധിക്കണം, എന്തെല്ലാം സ്കാമുകളുണ്ട് അവിടെ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ പറയുന്നുണ്ട് കേട്ടോ. ഈ കാണുന്നില്ലേ, ഇതൊക്കെ ബൈക്ക് ടാക്സികളാണ് കേട്ടോ അവിടെ കാണുന്നത്. അപ്പം അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ നാട്ടിൽ കാണുന്ന പോലെ പലതരത്തിലുള്ള പല കളറിലുള്ള ഓട്ടോറിക്ഷ പോലെ കാണും. ഇതിൽ ആദ്യത്തെ ഉള്ള സംഭവത്തിന് പറയുന്നത് ടുക് ടുക് എന്നൊക്കെയാണ് പറയാം കേട്ടോ. പക്ഷെ ഇത് ഈ കറുത്ത കളറിൽ കാണുന്ന ഈ ഒരു ഓട്ടോറിക്ഷ പോലെയില്ല, അതിന് കാപ്പേസ്റ്റ് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ പിന്നെ നമ്മൾ വരുമ്പോൾ നമ്മൾ പണ്ടൊക്കെ നമ്മുടെ എന്താ പറയുക, നാട്ടിൽ സൈക്കിൾ റിക്ഷ എന്നൊക്കെ പറയത്തില്ലേ, ഇതിന് പറയുന്ന പേരാണ് നോട്ട് പാൻ. അങ്ങനെ പലതരത്തിലുള്ള ടാക്സികളാണ് കാണുന്നത്. അപ്പോൾ നമുക്കിപ്പം ഒരു എന്താ പറയുക, ഒരു മറ്റൊരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ വേറിട്ടൊരു അനുഭവം എന്നൊക്കെ പറയുന്ന പോലെ വേണമെങ്കിൽ നമുക്ക് ഇതിലൊക്കെ ഒന്ന് പയ്യൊക്കെ സവാരിയൊക്കെ ചെയ്തൊക്കെ നോക്കാം കേട്ടോ. അപ്പോൾ അതൊക്കെ രസമൊക്കെയാണ് രാത്രിയിലൊക്കെ ഇതിലേ പോകുമ്പോൾ. അപ്പോൾ നമ്മൾ ബാങ്കോക്ക് വിശേഷങ്ങളിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ പട്ടായയിൽ പറഞ്ഞ പോലെ തന്നെ ഒരു ഏകദേശം ഒരു 3-4 ദിവസമൊക്കെ ഇവിടെ തങ്ങിയാൽ തന്നെ നമുക്ക് ഒരുമാതിരിയൊക്കെ ഇവിടെ കാണാനായിട്ട് സാധിക്കുള്ളൂ കേട്ടോ. ഈ വീഡിയോയിൽ നമ്മൾ താമസിച്ച ഹോട്ടലിനെ കുറിച്ചും പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഫുൾ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. നമ്മൾ ഫസ്റ്റ് ഡേ ബാങ്കോക്കിൽ ആദ്യമായിട്ട് പോയത് നമ്മൾ റെയിൽവേ മാർക്കറ്റ് അഥവാ ട്രെയിൻ മാർക്കറ്റ് എന്നറിയപ്പെടുന്ന ഈ ഒരു സ്ഥലത്തേക്കാണ്. ഈ റെയിൽവേ മാർക്കറ്റിൻ്റെ പേര് ദ മെക്ലോങ് റെയിൽവേ മാർക്കറ്റ് എന്നാണ് കേട്ടോ. അതുപോലെ തന്നെ ഹൂപ്രോ മാർക്കറ്റ് അല്ലെങ്കിൽ സിയാങ് തായ് മാർക്കറ്റ് എന്നും ഇതിന് അറിയപ്പെടുന്നുണ്ട്. ഒരുപക്ഷെ ഞാൻ പറയുന്ന പ്രൊനൗൺസിയേഷൻ തെറ്റായിരിക്കാം തായിൽ, ബട്ട് ഞാൻ ആ ഇംഗ്ലീഷിലുള്ള പേര് അങ്ങനെ തന്നെ പറയുക ചെയ്ത്, എനിക്ക് ഇതിൻ്റെ കറക്റ്റ് പ്രൊനൗൺസിയേഷൻ അറിയില്ല കേട്ടോ. അപ്പം ഇതാണ് ഈ കാണുന്ന റെയിൽവേ മാർക്കറ്റ്. ഇവിടെ എന്ന് പറഞ്ഞാൽ കാണാൻ നല്ല രസമാണ്, തികച്ചും വേറിട്ടൊരു അനുഭവമാണ് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഒരു റെയിൽവേ പാളത്തിൻ്റെ ഇരു സൈഡുകളിലായിട്ട് നിറച്ച് ഷോപ്പുകൾ, വളരെ അടുത്തായിട്ടാണ് ഷോപ്പുകൾ നമുക്ക് കാണാൻ സാധിക്കാം. ഇവിടെ എന്ന് പറഞ്ഞാൽ എല്ലാ തരത്തിലുള്ള സാധനങ്ങളും നമുക്ക് ലഭിക്കുന്നതായിരിക്കും. എന്താ പറയുക, ഫുഡിനാണെങ്കിൽ ഫുഡ്, അതുപോലെ ഫ്രഷ് ഫിഷ് അങ്ങനെ കുക്ക് ചെയ്തിട്ട് അങ്ങനെ നമുക്ക് കഴിക്കാനായിട്ട് കിട്ടും. അതുപോലെ തന്നെ പലതരത്തിലുള്ള പച്ചക്കറികൾ, പിന്നെ നമുക്ക് സ്മാരകമായിട്ട് വാങ്ങിക്കാൻ പറ്റുന്നതായിട്ടുള്ള തരത്തിലുള്ളത്, അങ്ങനെ എല്ലാ തരത്തിലുള്ള സാധനങ്ങളും നമുക്ക് ഈ ഒരു മാർക്കറ്റിൽ നമുക്ക് വാങ്ങിക്കാനായിട്ട് സാധിക്കും കേട്ടോ. പിന്നെ ഈ റെയിൽവേ മാർക്കറ്റിലേക്ക് വരുമ്പോൾ നമ്മൾ എന്നും എടുക്കുന്ന പോലെ തന്നെ ടിക്കറ്റ് ഞങ്ങൾ ചൂസ് ചെയ്തത് ക്ലൂക്ക് അല്ലെങ്കിൽ ടിക്കറ്റ് ടു അട്രാക്ഷൻ, പിന്നെ നമ്മൾ അവരുടെ ഡയറക്റ്റ് വെബ്സൈറ്റ് നോക്കും. അങ്ങനെയാണ് നമ്മൾ ടിക്കറ്റ് ചൂസ് ചെയ്യാറ്. അപ്പം നിങ്ങൾക്ക് അതുപോലെ തന്നെ വേറെ സൈറ്റുകൾ നോക്കാം, വിശ്വാസമുള്ള സൈറ്റാണ് കുഴപ്പമില്ല എന്ന് കാണുകയാണെങ്കിൽ നമുക്ക് എടുക്കാം കേട്ടോ. നമ്മൾ ഈ 3 സൈറ്റുകൾ ത്രൂ ആണ് നമ്മൾ ചെക്ക് ചെയ്തത്. മെയിനായിട്ട് നമ്മൾ ടിക്കറ്റ് ടു അട്രാക്ഷനും അതുപോലെ ക്ലൂക്കാണ് ശ്രമിച്ചത് എടുക്കാനായിട്ട്. കാരണം അത് നമുക്ക് വിശ്വസിക്കാൻ പറ്റിയതായിരുന്നു. അതുപോലെ തന്നെ താരതമ്യേന നല്ല റേറ്റ് നല്ല കുറവുമായിരുന്നു കേട്ടോ. ഇവിടേക്ക് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ രാവിലെ 6 o'clock ഇത് ഓപ്പൺ ആവും. നമ്മൾ പരമാവധി രാവിലത്തെ തന്നെ ഇവിടെ എത്താനായിട്ട് ശ്രമിക്കുക. ആദ്യത്തെ ട്രെയിൻ വരുന്നത് 8:30-ക്കാണ്. അപ്പോൾ ആ ട്രെയിൻ തന്നെ വന്ന് കണ്ടു പോവുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഡേയിൽ, ഈ ഒരു ട്രിപ്പിൻ്റെ കൂടെ വേറെയും കുറേ അട്രാക്ഷനുകൾ നമുക്ക് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ഈ ഒരു ട്രെയിൻ മാർക്കറ്റിലേക്ക് വരുമ്പോൾ നല്ല എന്താ പറയുക, ട്രാഫിക് ഉള്ള വഴികളാണ്. അപ്പം നമ്മൾ അതും കൂടെ കണക്കിലെടുത്ത് വേണം നമ്മൾ വരാനായിട്ട്. അപ്പോൾ രാവിലത്തെ ഒരു 8:30 സമയത്ത് ട്രെയിൻ വരുന്നത് കാണാനുള്ള ആ ഒരു ടൈം കണക്കിലെടുത്ത് നമ്മൾ വരികയാണെങ്കിൽ നമുക്കത് കാണുകയും ചെയ്യാം. അതോടൊപ്പം അതിനുശേഷം ഇവിടെയെല്ലാം മൊത്തത്തിലൊന്ന് കറങ്ങി ചെറുതായിട്ടൊക്കെ ഒന്ന് ഫുഡൊക്കെ കഴിക്കാനായിട്ട് നമുക്ക് സാധിക്കും കേട്ടോ. പിന്നെ നിങ്ങളിവിടെ കാണുകയാണെങ്കിൽ ഇതിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റിയ മറ്റൊരു സ്ഥലമാണ് ഡാം നിയോൺ സദ്വാക് ഫ്ലോട്ടിംഗ് മാർക്കറ്റ് എന്നും കൂടെ പറയുന്നൊരു സംഭവം. പക്ഷേ ഞങ്ങളത് കാണാനായിട്ട് ശ്രമിച്ചില്ല. കാരണം നമ്മൾ പട്ടായയിൽ ഓൾറെഡി നമ്മൾ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് നമ്മൾ പോയതാണ്, അവിടെയെല്ലാം കണ്ടതാണ്. അതുകൊണ്ട് നമ്മൾ വീണ്ടും ബാങ്കോക്കിൽ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് നമ്മൾ കണ്ടില്ല. അതിന് പകരം നമ്മൾ ഇന്ന് ഈ ദിവസം വേറെ നമ്മളൊരു 3-4 പ്ലേസുകൾ വേറെ നമ്മളിവിടെ ആഡ് ചെയ്യാണ് നമ്മൾ ചെയ്തത് കേട്ടോ. ഇവിടുത്തെ ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ കാണാനായിട്ട് തികച്ചും വ്യത്യസ്തമാണെന്ന് മാത്രമല്ല വളരെ രസകരമായിട്ടൊരു കാഴ്ചയാണ് കേട്ടോ. ഒരു റെയിൽവേ ട്രാക്കിൻ്റെ വളരെ അടുത്തായിട്ട് അപ്പുറം ഇപ്പുറം ഒരുപാട് ഷോപ്പുകളുണ്ട്, ഒരുപാട് ദൂരത്തേക്ക്. ഇനി ട്രെയിൻ വരുന്നതിന് കുറച്ച് മുന്നായിട്ട് ഈ എല്ലാ ഷോപ്പുകളും അവർ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും നീക്കി ആ വലിച്ചു കെട്ടിരിക്കുന്ന ആ ടാർപ്പായ പോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം അത് അവർ മാറ്റി അവിടെ നിന്ന് മാറ്റിയിട്ട് ട്രെയിന് പോകാനായിട്ട് കറക്റ്റ് സ്പേസ് ആക്കി കൊടുക്കും. അത് ശരിക്കും തികച്ചും കാണേണ്ട ഒരു അനുഭവമാണ് കേട്ടോ.
റെയിൽവേ മാർക്കറ്റ് കണ്ടതിന് ശേഷം അവിടെ നിന്ന് ഞങ്ങൾ നേരെ പോയത് വാട്ട് അരുൺ കാണാനാണ് കേട്ടോ. വാട്ട് അരുൺ എന്ന് പറഞ്ഞാൽ ഒരു ബുദ്ധിസ്റ്റ് ടെമ്പിൾ ആണ്. അതുപോലെ ടെമ്പിൾ ഓഫ് ഡോൺ എന്നൊക്കെ ഇതിന് പേരുണ്ട് കേട്ടോ. ബാങ്കോക്കിൽ വരാണെങ്കിൽ കണ്ടിരിക്കേണ്ട മറ്റൊരു മസ്റ്റായിട്ട് വാച്ച് ചെയ്യേണ്ട മറ്റൊരു സംഭവമാണ് ഈ വാട്ട് അരുൺ എന്ന് പറയുന്നത്. പിന്നെ അവിടെ നല്ല ചൂടുള്ള ഓപ്പൺ ഏരിയാസ് ആണ്. അപ്പോൾ ചൂടുള്ള സമയത്തൊക്കെ ആണെങ്കിൽ നല്ല ചൂടായിരിക്കും. അതുപോലെ തന്നെ ഈ വാട്ട് അരുൺ എന്ന് പറയുന്ന ഒരു ടെമ്പിളാണെന്ന് പറഞ്ഞല്ലോ, ആ ടെമ്പിളിൻ്റെ മേളിലോട്ട് കയറണമെങ്കിൽ തന്നെ നല്ല സ്റ്റെപ്സുകളുണ്ട്. അത് കുത്തനെയുള്ള സ്റ്റെപ്പുകളാണ്. അപ്പോൾ അത് കയറി നമ്മളൊന്ന് കണ്ടാൽ തന്നെയാണ് അതിൻ്റെ കുറച്ചെങ്കിലും നമുക്കൊരു ഭംഗിയൊക്കെ നമുക്ക് ആസ്വദിക്കാനായിട്ട് സാധിക്കുള്ളൂ. അതിൻ്റെ അടുത്തായിട്ടൊരു ചെറിയൊരു ലേക്കോ അല്ലെങ്കിൽ ഒരു റിവർ പോലെയൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കണ്ട് ആസ്വദിക്കണമെങ്കിൽ നമ്മൾ ആ സ്റ്റെപ്സൊക്കെ തന്നെ കയറിയിട്ട് തന്നെ പോകണം. നല്ല മനോഹരമായിട്ടുള്ളൊരു ടെമ്പിൾ എന്ന് തന്നെ നമുക്ക് പറയാനായിട്ട് സാധിക്കും കേട്ടോ. അതുപോലെ തന്നെ ഇതിൻ്റെ അടുത്തായിട്ട് കാണപ്പെടുന്ന ഈ ചാവോ ഫ്രൈ റിവർ, ഇവിടെ നമുക്ക് ബോട്ട് സർവീസ് ഒക്കെ അവൈലബിൾ ആണ്. അപ്പം അങ്ങനെയും എൻജോയ് ചെയ്യുന്നവർക്ക് അങ്ങനെയും നമുക്ക് എൻജോയ് ചെയ്യാനായിട്ട് സാധിക്കും. ആ ബോട്ട് സർവീസ് കൂടെ പോവുകയാണെങ്കിൽ നമുക്ക് അതിന് ചുറ്റുപ്രദേശത്തുള്ള പരിസരങ്ങളൊക്കെ നല്ല ഭംഗിയിൽ കാണാനായിട്ട് സാധിക്കും. ഈ ഒരു വാട്ട് അരുൺ എന്ന് പറയുന്നത് രാവിലെ 8 മുതൽ വൈകിട്ട് 6 മണി വരെയാണ് ഓപ്പൺ ആയിട്ടുള്ളത്. പിന്നെ ഈ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ടിക്കറ്റ് ടു അട്രാക്ഷനോ അല്ലെങ്കിൽ ക്ലൂക്കോ അല്ലെങ്കിൽ ഇവരെ നേരിട്ട് ഇവിടെ വന്നിട്ടോ അല്ലെങ്കിൽ ഇവരുടെ വെബ്സൈറ്റ് ത്രൂവോ നമുക്ക് ടിക്കറ്റ് എടുക്കാൻ സാധിക്കും. അപ്പം നിങ്ങൾ ഏത് ദിവസമാണ് പോകുന്നതെങ്കിൽ ആ ദിവസത്തേക്ക് നിങ്ങൾ മറ്റ് പ്ലാനുകൾ കൂടി ഉണ്ടെങ്കിൽ അതൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് അനുയോജ്യമായ രീതിയിൽ നിങ്ങൾക്ക് ടിക്കറ്റ് എടുക്കാവുന്നതാണ്. അപ്പം ഈ വാട്ട് അരുണിൻ്റെ ഒപ്പം തന്നെ മറ്റ് സ്ഥലങ്ങൾ വാട്ട് ഫോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമുക്ക് അനുയോജ്യമായിട്ടുള്ള രീതിയിൽ പലതരത്തിലുള്ള പാക്കേജുകൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പം നോക്കിയിട്ട് ലാഭകരമായ രീതിയിൽ ടിക്കറ്റ് എടുക്കാം. ഇതുപോലെയുള്ള കുത്തനെയുള്ള സ്റ്റെപ്പുകളാണ് നമുക്ക് ഈ ക്ഷേത്രത്തിൻ്റെ മുകളിലോട്ട് കയറണമെങ്കിൽ ഉള്ളത്. ഞങ്ങൾ പോയ സമയത്ത് ഒരുമാതിരി കയറി കഴിഞ്ഞപ്പോൾ പിന്നെ അവിടെ നിന്ന് അവർ ക്ലോസ് ചെയ്ത് വെച്ചേക്കായിരുന്നു. പിന്നെ മുകളിലോട്ട് നമുക്ക് കയറാനായിട്ട് സാധിച്ചില്ല. പിന്നെ അതുപോലെ തന്നെ ഇവിടെ തായ് കൾച്ചർ രീതിയിലുള്ള തായ് ഡ്രസ്സുകൾ കോസ്റ്റ്യൂംസ് ഒക്കെ അണിഞ്ഞിട്ട് ഒരുപാട് പേര് വന്നിട്ട് ഫോട്ടോ എടുക്കുന്നതായിട്ടും കണ്ടിരുന്നു. തികച്ചും കാണാൻ പറ്റിയ ഒരുപാട് നല്ലൊരു ഭംഗി നല്ലൊരു കാഴ്ച തരുന്ന ഒരു നല്ലൊരു ക്ഷേത്രം തന്നെയാണിത്. ഇതും മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ്. അവിടെ നിന്ന് ഞങ്ങൾ പോയത് വാട്ട് ഫോ എന്ന ബുദ്ധ ടെമ്പിളിലേക്കാണ്. അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഏറ്റവും ഭീമാകാരമായിട്ടുള്ള ഒരു ബുദ്ധ പ്രതിമയാണ്. അതായത് ചാരി കിടക്കുന്ന ഒരു ബുദ്ധൻ്റെ ഒരു പ്രതിമയാണ്. 150 അടിയേക്കാളൊക്കെ കൂടുതലാണ് ഇതിൻ്റെ ലെങ്ത് എന്നാണ് പറയപ്പെടുന്നത്. മസ്റ്റ് വിസിറ്റ് ആയിട്ടുള്ളൊരു പ്ലേസ് ആണിത് കേട്ടോ. ഇവിടെയും അതുപോലെ തന്നെ വാട്ട് അരുൺ ആയാലും 8 മണിക്ക് രാവിലെ തുടങ്ങി കഴിഞ്ഞാൽ ഒരു ഏകദേശം 6-8 മണിയോടുകൂടി ഇതെല്ലാം ക്ലോസ് ആവും. അതുപോലെ തന്നെ ധാരാളം ചെറിയ ചെറിയ ബുദ്ധ പ്രതിമകൾ പിന്നെ ചുറ്റോട് ചുറ്റും നോക്കിയാൽ കാണാൻ പറ്റി ഒരുപാട് നല്ല സ്ഥലങ്ങൾ ഇവിടെയുണ്ട്. ഏകദേശം ഒരു 1-2 മണിക്കൂറോളം എടുക്കും നമ്മളിതെല്ലാം നടന്ന് കാണാനായിട്ട്. ഇതിൻ്റെ എല്ലാം എപ്പിസോഡുകളായിട്ട് ഞാൻ നിങ്ങൾക്ക് വേറെ വീഡിയോയിൽ കാണിച്ചു തരാം. പിന്നെയും നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റിയാലും മസ്റ്റ് വിസിറ്റ് ആയിട്ടുള്ളൊരു പ്ലേസ് ആണ് ഗ്രാൻഡ് പാലസ്. ഞങ്ങളുടെ ഐറ്റ്നറിയിൽ അത് ഉണ്ടായിരുന്നു. പക്ഷേ ട്രെയിൻ മാർക്കറ്റിലേക്കുള്ള ആ ഒരു പോയ വേളയിൽ ഞങ്ങൾക്ക് അവിടെ ബ്ലോക്ക് വന്നതിനാൽ ഞങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിച്ചില്ല. കാരണം 3:30 ആകുമ്പോൾ ഗ്രാൻഡ് പാലസ് ക്ലോസ് ആവും. പക്ഷേ എങ്കിലും മസ്റ്റ് വിസിറ്റ് ആയിട്ടുള്ളൊരു പ്ലേസ് ആണ്. അപ്പോൾ എല്ലാവരും അതും കൂടെ കാണാൻ ശ്രമിക്കാം. അവിടെ നിന്ന് ഞങ്ങൾ നേരിട്ട് പോയത് ഡിന്നർ ക്രൂയിസിലോട്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ പോകുന്ന വഴിയിൽ കാണുന്ന കാഴ്ചകളാണ് ഇതെല്ലാം. കുറച്ചധികം നമുക്ക് നടക്കാനായിട്ടുണ്ട്. മാത്രമല്ല ഈ പോകുന്ന വഴി നമുക്ക് കുറച്ച് അഡ്വഞ്ചർ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ചെയ്യാനുണ്ട്. പിന്നെ അവിടെയൊക്കെ ചുറ്റിക്കറങ്ങി കാണാനുണ്ട്. പിന്നെ നമുക്ക് ഷോപ്പിംഗ് ചെയ്യണമെങ്കിൽ അങ്ങനെയും അതുപോലെ തന്നെ റെസ്റ്റോറൻറ്റുകൾ അങ്ങനെ എന്താ പറയുക മൊത്തത്തിലൊരു എല്ലാം കൊണ്ടും ഒരു തികഞ്ഞൊരിടം എന്ന് പറയാം. ആ പോകുന്ന വഴിയിലെല്ലാം കാണാനും ഒരുപാട് നല്ല കാഴ്ചകളെല്ലാം ഉണ്ട് കേട്ടോ. ക്രൂയിസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സൺസെറ്റ് ക്രൂയിസ് ഉണ്ട്, അതുപോലെ ഡിന്നർ ക്രൂയിസ് ഉണ്ട്. സൺസെറ്റ് ക്രൂയിസ് ഒക്കെ ആണെങ്കിൽ ഏകദേശം ഒരു 4-5 മണിക്കുള്ളിലായിട്ട് ഈവനിങ്ങിൽ സ്റ്റാർട്ട് ആവും. ഡിന്നർ ക്രൂയിസ് ആണെങ്കിൽ ഒരു 6:45-7:30 ആ ഒരു സമയത്തിൻ്റെ ഇടയിലായിട്ട് സ്റ്റാർട്ട് ആവും. അതുപോലെ സൺസെറ്റ് ക്രൂയിസ് ഒക്കെ ആണെങ്കിൽ ഏകദേശം 1.5 മണിക്കൂറോളൊക്കെ കാണും. ഡിന്നർ ക്രൂയിസ് ആണെങ്കിൽ 2 മണിക്കൂറോളം നമുക്ക് ലൈവായിട്ട് ആക്ടിവിറ്റികളും എല്ലാ കാര്യങ്ങളും നമുക്ക് ഉണ്ടാകും. പിന്നെ മികച്ച ക്രൂയിസ് ഏതാണെന്നുള്ള കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ നമുക്ക് ക്ലൂക്കിലോ അല്ലെങ്കിൽ ടിക്കറ്റ് അട്രാക്ഷൻ്റെ ഒക്കെ സൈറ്റിൽ പോയിട്ട് നോക്കുകയാണെങ്കിൽ ഓരോ ക്രൂയിസിനെ കുറിച്ചും അവർ വിശദമായിട്ട് എഴുതിയിട്ടുണ്ട്. അതായത് അവിടുത്തെ ഫുഡിൻ്റെ ക്വാളിറ്റി അതായത് അതിൻ്റെ ഫുഡ് മെനു എങ്ങനെയാണ്, അതുപോലെ ടൈമിങ്, അതുപോലെ സ്റ്റാർട്ടിങ് പോയിന്റ് ഏതാണ്, പിന്നെ എന്തെല്ലാം കാഴ്ചകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതായത് ഈ ക്രൂയിസ് ഏതൊക്കെ വഴി കൂടെയാണ് പോകുന്നത്, ആ പോകുമ്പോൾ നമുക്ക് ഓപ്പോസിറ്റ് സൈഡിൽ എന്തൊക്കെ കാണാനായിട്ട് സാധിക്കും എന്നുള്ള കാര്യങ്ങൾ, അതിൻ്റെ റൂട്ട് മാപ്പ് അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ അവർ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ അതെല്ലാം പോയിട്ട് ഓരോ ക്രൂയിസിനെ കുറിച്ചും വായിച്ചു നോക്കി അതുപോലെ നമ്മുടെ ടൈമിങ്ങും നമ്മുടെ സൗകര്യവും നമ്മൾക്ക് എന്തൊക്കെ കാഴ്ചകളാണ് കാണാനായിട്ട് ഇഷ്ടപ്പെടുന്നത് എന്നൊക്കെ നോക്കി
നോക്കിയിട്ട് നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഓൺലൈനായിട്ട് നമ്മൾ ഏത് ടിക്കറ്റ് ബുക്ക് ചെയ്യുകയാണെങ്കിലും 24 hours മുന്നായിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതല്ലെങ്കിൽ ടിക്കറ്റ് റേറ്റ് കൂടുതലായിരിക്കാം, അല്ലെങ്കിൽ ഒരു പക്ഷേ നമുക്ക് കറക്റ്റായിട്ട് കിട്ടിയെന്ന് വരില്ല. അതുപോലെ തന്നെ നമ്മൾ ഏറ്റവും മുകളിലത്തെ ഒരു ഫ്ലോറിലാണെങ്കിൽ നമുക്ക് നല്ല ഭംഗിയിൽ ഒന്നും കൂടെ കാഴ്ചകളൊക്കെ കാണാൻ സാധിക്കും. പിന്നെ മിക്ക ക്രൂയിസിലും ഇതുപോലെ ഫ്രീ ആയിട്ട് ബർത്ത്ഡേ ഒക്കെ സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മുടെ ബർത്ത് ഡേറ്റ് ആണെങ്കിൽ അത് നമ്മൾ പറയുകയും അതുപോലെ തന്നെ പാസ്പോർട്ട് വെരിഫിക്കേഷന് വേണ്ടിയിട്ട് കയ്യിൽ വെക്കുകയും ചെയ്യണം. അതുപോലെ തന്നെ എന്താ പറയുക, നല്ല ഒരു തികച്ചും വ്യത്യസ്തമായിട്ടുള്ളൊരു അനുഭവമാണ്. എന്താ പറയുക, ലൈവ് മ്യൂസിക് അതുപോലെ ലൈവ് ഫുഡ് അങ്ങനെയൊക്കെ ആയിട്ട് നല്ലൊരു അനുഭവമാണ് നമുക്ക് എപ്പോഴും ഈ ഒരു ഡിന്നർ ക്രൂയിസ് അല്ലെങ്കിൽ ഒരു സൺസെറ്റ് ക്രൂയിസ് നമുക്ക് തരാം. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഇത് ഏതാണ് ഡെസ്റ്റിനേഷനും അതിൻ്റെ ലൊക്കേഷനും റൂട്ട് മാപ്പും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെടുന്നതെങ്കിൽ അത് നിങ്ങൾ ബുക്ക് ചെയ്യേണ്ടതാണ്. അതുപോലെ ഏതൊരു ക്രൂയിസിലാണെങ്കിലും അവർ പറഞ്ഞിട്ടുള്ള ആ ഒരു മീറ്റപ്പ് ലൊക്കേഷനിലേക്ക് ഏകദേശം ഒരു അരമണിക്കൂർ മുന്നെങ്കിലും നമ്മൾ എത്തിച്ചേരാനായിട്ട് ശ്രമിക്കണം. അത് അവർ മസ്റ്റായിട്ട് പറയുന്നുണ്ട്. പിന്നെ നമ്മൾ ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ സീറ്റ്, നമുക്ക് എവിടെയാണ് സീറ്റ് വേണ്ടതെങ്കിൽ അതുപോലും നമുക്ക് ആ ഓൺലൈൻ ബുക്കിങ്ങിൻ്റെ സമയത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കും, സീറ്റ് അറേഞ്ച്മെൻ്റ് ഒക്കെ. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള സീറ്റ് നോക്കി നമുക്കത് അങ്ങനെ ബുക്ക് ചെയ്യാനും സാധിക്കും. അപ്പോൾ ബാങ്കോക്കിൽ വന്നിട്ടുണ്ടെങ്കിൽ മസ്റ്റായിട്ട് വാച്ച് ചെയ്യേണ്ട അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ട മറ്റൊരു സംഭവം കൂടിയാണ് ഡിന്നർ ക്രൂയിസ്. ബാങ്കോക്കിൽ ഞങ്ങൾ താമസിച്ച ഹോട്ടലാണിത്, ദ ബെർക്ക്ലി ഹോട്ടൽ. ഇത് പ്രറ്റ്നാം ഏരിയയിലാണുള്ളത്. നല്ലൊരു അടിപൊളി 5 സ്റ്റാർ ഹോട്ടലാണിത്. ഇതിൻ്റെ ലൊക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് കാണേണ്ട ഒരുപാട് എല്ലാ അട്രാക്ഷനിലേക്കും ഈസിലി ആയിട്ട് നമുക്ക് എത്താനായിട്ട് സാധിക്കും. മാത്രമല്ല ഹോട്ടലാണെങ്കിലും നീറ്റ്നെസ്സിൻ്റെ കാര്യത്തിലാണെങ്കിലും മറ്റെല്ലാ കാര്യത്തിലാണെങ്കിലും വളരെ മുൻപന്തിയിൽ നിൽക്കുന്ന നല്ലൊരു ഹോട്ടലാണ്. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള റൂമാണ് ഇവിടെ സെലക്ട് ചെയ്തത്. അഗോഡ അല്ലെങ്കിൽ booking.com ഈ 2 സൈറ്റ് വഴിയാണ് ഞങ്ങൾ സാധാരണ രീതിയിൽ ഹോട്ടലെല്ലാം ബുക്ക് ചെയ്യുന്നത്. പിന്നെ ഈ ഹോട്ടലിൻ്റെ തൊട്ട് താഴെയായിട്ട് വലിയൊരു മാർക്കറ്റ് ഉണ്ട്, പ്രറ്റ്ന മാർക്കറ്റ്. അതുപോലെ തന്നെ പ്രറ്റ്ന മാള് വേറെയുണ്ട്. പിന്നെ നമ്മൾ ഇതിൽ കൂടെ തന്നെ കുറച്ച് പോന്നു കഴിഞ്ഞാൽ അണ്ടർഗ്രൗണ്ടിലായിട്ട് വേറെ ഇന്ത്യൻസിനെ തന്നെയായിട്ട് വേറൊരു മാർക്കറ്റും അതുപോലെ തന്നെ അവിടെ ബഫറ്റ് കിട്ടുന്ന നല്ലൊരു റെസ്റ്റോറൻറ്റും ഒക്കെ ഉണ്ട്. ആ ഒരു എപ്പിസോഡൊക്കെ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. നല്ലൊരു ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ അടിപൊളി ഹോട്ടലുമാണേ. അടുത്ത ദിവസം ഞങ്ങൾ നേരെ പോയത് സഫാരി വേൾഡിലോട്ടാണ് കേട്ടോ. സഫാരി വേൾഡിനകത്ത് 2 പാർട്ടായിട്ടാണ് അവർ തിരിച്ചിരിക്കുന്നത്, മറൈൻ പാർക്കും സഫാരി പാർക്കും. അപ്പം അവിടെ ഒരു ഏകദേശം 9 മണിയോട് കൂടെ അവരുടെ ഓപ്പൺ ആവും, വൈകിട്ട് 5 മണി വരെ ഉണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നില്ല ഒരു ദിവസം മുഴുവൻ കിട്ടിയാൽ പോലും നമ്മളിവിടെ കണ്ടു തീരത്തില്ല, അത്രമാത്രം നമുക്കവിടെ കാണാനുണ്ട്. എല്ലാവരും പരമാവധി മോർണിംഗിൽ തന്നെ പോകാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം ആദ്യം തന്നെ നമ്മളവിടെ ചെന്നിട്ട് ആ സഫാരി പാർക്കിനകത്തുള്ള ഏകദേശം ഒരു 45-1 hour വരുന്ന ഒരു യാത്രയാണ് നമ്മുടെ വണ്ടിക്കകത്ത് തന്നെ. അത് നമുക്ക് പ്രൈവറ്റ് കാർ ആണെങ്കിൽ നമുക്ക് അങ്ങനെ അതിൻ്റെ ഉള്ളിലേക്ക് കിടക്കാനായിട്ട് അനുവാദമുണ്ട്. അതല്ല എങ്കിൽ അവർ സഫാരിയുടെ തന്നെ വണ്ടി നമുക്ക് ബുക്ക് ചെയ്ത് അങ്ങനെയും നമുക്ക് എടുക്കാം. അവിടെ ഒരുപാട് മൃഗങ്ങൾ അതുപോലെ പക്ഷികൾ അങ്ങനെ ഒത്തിരി കാണാനുണ്ട് കേട്ടോ. ഈ കാണുന്നത് മാത്രമല്ല, ഒരുപാട് മൃഗങ്ങളുണ്ട്. ഞാൻ അതിൻ്റെ തന്നെ എപ്പിസോഡ് വേറെ ഇടുന്നതായിരിക്കും. ശരിക്കും നല്ല മനോഹരമായിട്ടുള്ളൊരു കാഴ്ച എന്ന് തന്നെ നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഏകദേശം നമ്മൾ ഈ സിംഗപ്പൂരൊക്കെ പോയ സമയത്ത് കണ്ട ആ ഒരു സൂവിൻ്റെ ഒക്കെ തന്നെ അത്രത്തോളം ഇല്ലെങ്കിലും ആ ഒരു മോഡൽ തന്നെ നമുക്ക് ഇവിടെയും പറയാനായിട്ട് സാധിക്കും കേട്ടോ. നല്ലൊരു ആക്ടിവിറ്റിയാണിത്. ബാങ്കോക്കിൽ വന്നു കഴിഞ്ഞാൽ ഒട്ടും മിസ് ചെയ്യാനായിട്ട് പാടില്ലാത്ത മസ്റ്റ് വാച്ച് ആയിട്ടുള്ളൊരു പ്ലേസ് ആണ് ഈ സഫാരി വേൾഡ്. അങ്ങനെ സഫാരി പാർക്ക് കണ്ടു കഴിഞ്ഞ് കഴിയുമ്പോൾ എത്രയും പെട്ടെന്ന് മറൈൻ പാർക്കിലേക്ക് പോകണം. അവിടെ ഒരുപാട് ഷോകൾ കാണാനായിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഡോൾഫിൻ ഷോ, സീലൈൻ ഷോ, അതുപോലെ ഒറാങ്ങോട്ടൻ ഷോ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ സ്പൈ വാട്ടർ ഷോ, അതുപോലെ അതെല്ലാം പലയിടത്തായിട്ടായിരിക്കും. അപ്പോൾ അതിനൊക്കെ ഓരോരോ സമയങ്ങളുണ്ട്. അപ്പോൾ ആ സമയത്തിന് മുൻപായിട്ട് നമ്മൾ അവിടെ എത്തിച്ചേരാനായിട്ട് ശ്രമിക്കണം. അപ്പോൾ എത്രയും പെട്ടെന്ന് നമ്മൾ സഫാരി പാർക്ക് കണ്ടു കഴിഞ്ഞ് കഴിയുമ്പോൾ നേരെ മറൈൻ പാർക്കിൽ പോവുക. അവിടെ ഒരുപാട് സൂവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് മൃഗങ്ങളെ കാണാനായിട്ട് അങ്ങനെയുണ്ട്. പിന്നെ ഞങ്ങൾ ബുക്ക് ചെയ്തപ്പോൾ ടിക്കറ്റിൽ ഇൻക്ലൂഡിങ് ഇന്ത്യൻ ബഫറ്റും കൂടിയായിരുന്നു എടുത്തത്. പക്ഷേ ആ ഒരു ഇന്ത്യൻ ബഫറ്റിൻ്റെ ആ ഒരു ഇത് നമുക്ക് അത്രത്തോളം അങ്ങനെ ടേസ്റ്റ് ഒന്നും കിട്ടിയില്ല. നമുക്കതൊരു ശരിക്കും ഒരു വേസ്റ്റ് ഓഫ് മണി ആയിട്ട് നമുക്കിവിടെ ഫീൽ ചെയ്തായിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഒരുപാട് കാണാനും ഒരുപാട് ആക്ടിവിറ്റീസൊക്കെ ഉള്ള ഒരു സ്ഥലമാണ്. പിന്നെ ഹോട്ട് സീസണിലൊക്കെ ആണെങ്കിൽ ഭയങ്കര ചൂടായിരിക്കും, കാരണം ഫുൾ ഓപ്പൺ ഏരിയ ആണ്. അപ്പം നിങ്ങൾ ഒരു ക്ലൈമറ്റൊക്കെ നോക്കി കണ്ട് ഇവിടെ വന്ന് കാണാനായിട്ട് ശ്രമിക്കുക. ഒരു ദിവസം കൊണ്ടൊന്നും ഇത് കണ്ടു തീരുന്നു എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ഞങ്ങൾ അന്നത്തെ കാഴ്ചകളെല്ലാം കഴിഞ്ഞപ്പോൾ നെക്സ്റ്റ് ഡേ ഏർലി മോർണിംഗോട് കൂടെ ഞങ്ങൾ നേരെ ഫുക്കറ്റിലേക്കായിട്ട് പോവായിരുന്നു. അപ്പം നമ്മുടെ വണ്ടിയൊക്കെ വന്ന് നമ്മളങ്ങനെ റെഡിയായി. ഞങ്ങൾ ഡോൺ മിയോങ് ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്നാണ് ഫുക്കറ്റിലേക്ക് യാത്ര തിരിച്ചത് കേട്ടോ. അപ്പം ഫുക്കറ്റിൽ ചെന്നിട്ടുള്ള വിശേഷങ്ങളും കഥകളും അവിടെ നമ്മൾ കണ്ട കാഴ്ചകളും അവിടെ നമുക്ക് പറ്റിയപ്പെട്ട അമിളികളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ അടുത്ത വീഡിയോയിലേക്ക് വരാം. അപ്പം ഞങ്ങളുടെ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി. ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഞങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണേ. ഒപ്പം തന്നെ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യണം കേട്ടോ. ടാറ്റ, ബൈ ബൈ, സീ യു.